എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ബൈബിൾ സ്റ്റഡി ആയിട്ട് എടുക്കാൻ പോകുന്ന രൂത്തിൻ്റെ പുസ്തകമാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം സംസാരിച്ച് തീർത്തു. ഇനി നമ്മൾ രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആമുഖമായി തന്നെ രൂത്തിൻ്റെ പുസ്തകം ആരാണ് എഴുതിയതെന്നുള്ളത് അൺനോൺ ആയിട്ടിരിക്കുകയാണ്. ശമൂവേൽ പ്രവാചകനാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു, എന്നാൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ജഡ്ജസും അതായത് ന്യായാധിപന്മാരുടെ പുസ്തകവും അങ്ങനെ തന്നെയാണ്. അത് ഔദ്യോഗികമായി ആരാണ് എഴുതിയതെന്ന് പറയുന്നില്ല എങ്കിലും ശമൂവേൽ പ്രവാചകനാണ് എഴുതിയതെന്ന് ഒരു കൂട്ടർ പറയുന്നു. ഓക്കെ, എനിവേ എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ രൂത്തിൻ്റെ പുസ്തകത്തിനകത്ത് ആകെ എത്രയുള്ളൂ? 4 ചാപ്റ്ററേ അതിനകത്തുള്ളൂ. പക്ഷേ ഓർക്കുകയും രൂത്ത് ആരാന്ന് നമ്മൾക്കറിയാം. രൂത്ത് ആരാ? ഒരു മൊവാബിയ സ്ത്രീയാണല്ലേ. ഈ മൊവാബിയരെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമ്മൾക്കറിയാം. മൊവാബിയരെ കുറിച്ചും അമ്മോന്യരെ കുറിച്ചും പറഞ്ഞിരിക്കുകയാണ്. ഇവർ രണ്ട് കൂട്ടരും എന്താണ്? ഇവരുടെ 10ാം തലമുറ വരെ യഹോവയുടെ ആലയത്തിനകത്ത് അല്ലെങ്കിൽ യഹോവയുടെ സഭയ്ക്കകത്ത് പ്രവേശിക്കുവാൻ ഇവർക്ക് അനുവാദമില്ല എന്നും, അതായത് ഇസ്രായേൽ സഭ അതിനകത്ത് പ്രവേശിക്കുവാൻ ഇവർക്ക് അനുവാദമില്ല എന്ന് ആര് പറഞ്ഞിരിക്കുകയാണ്? ദൈവം പറഞ്ഞ് ശപിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ശപിച്ചിട്ടിരിക്കുന്ന മൊവാബിയരിൽപ്പെട്ട ആ ഒരു സ്ത്രീ, ഇവളെ എങ്ങനെ ഈ രൂത്ത് എങ്ങനെ ഈ വിശുദ്ധ ബൈബിളിനകത്ത് വന്നുപെട്ടു? അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾക്കൊന്ന് പോകാം അല്ലേ. കാരണം ഈ രൂത്തിൻ്റെ പുസ്തകം ദൈവത്തിൻ്റെ വലിയൊരു കരുണയുടെ ചരിത്രം നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ കരുണ ലഭിച്ച മറ്റൊരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതാരാണെന്നറിയാവും? ഈ രൂത്തിൻ്റെ ഹസ്ബൻഡായ ബോവസിൻ്റെ അമ്മ ആരാന്നറിയാവോ? അമ്മ ആരാ? രാഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഈ രാഹാബ് ആരാന്ന് നമ്മൾക്കറിയുന്നത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അല്ലേ. എവിടെയാ സംസാരിച്ചത്? നമ്മുടെ ജോഷുവയുടെ പുസ്തകത്തിൽ ഈ രാഹാബിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാഹാബിനെ അവിടെ ജോഷുവയുടെ പുസ്തകം 2ാം അധ്യായത്തിനകത്ത് നമ്മൾക്ക് കാണാം. അവിടെ നമ്മൾക്കറിയാം ജോഷുവ 2 പേരെ എന്താണ് സ്പൈ ആയിട്ടെന്ന് വെച്ചാൽ ഉറ്റുനോക്കാൻ വേണ്ടിയിട്ട് 2 പേരെ അയച്ചു. എങ്ങോട്ട് അയച്ച്? എരീഹോ പട്ടണം ഉറ്റുനോക്കാൻ വേണ്ടിയിട്ട് അയച്ചു അല്ലേ. ആ എരീഹോ പട്ടണം എന്ന് പറയുന്നത് കാനാന്യ ഇതിനകത്ത് പെട്ടതാണ്. ഓക്കെ, അപ്പോൾ എരീഹോ പട്ടണം ഉറ്റുനോക്കാൻ വേണ്ടിയിട്ട് ആരെ അയച്ചു? ഈ ജോഷുവ 2 പേരെ അയച്ചു. അപ്പോൾ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ എതിരേറ്റത് ആരായിരുന്നു? അവിടെ ആ പട്ടണവാതിൽക്കൽ തന്നെ, അവിടെ പട്ടണവാതിൽക്കൽ അവിടെ കൂടാരമടിച്ചല്ല അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അതായത് ഞാൻ പറഞ്ഞു, ചരിത്രം പറഞ്ഞല്ലേ, ഈ രാഘാവിനെ അവിടെ ആക്കിയിരിക്കുന്നത്, രാജാവ് ആക്കിയിരിക്കുന്നത്. എന്തിനാക്കിയിരിക്കുന്നത്? ആ പട്ടണത്തിലേക്ക് ആരെങ്കിലും കടന്നാൽ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഇവള് അവർക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളെ എന്താണ് ആ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഇവരെന്തിനാണ് വന്നതെന്ന് കാര്യങ്ങൾ കളക്ട് ചെയ്ത് രാജാവിനെ ധരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ആക്ച്വലി വേറെ പേരാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ മലയാളത്തിന് ോട്ട് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ തർജ്ജമയിലോട്ട് വന്നു കഴിയുമ്പോൾ അവളെ വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾ എന്താണ് അവരുടെ ശാരീരിക ആവശ്യങ്ങൾ പോലും ഇവൾ നിറവേറ്റി കൊടുത്തിട്ടാണെങ്കിലും ഇവരുടെ ഉദ്ദേശം തിരിച്ചറിയണം. അതിനുവേണ്ടി അങ്ങനെ പണ്ടത്തെ കാലത്തെ രാജാക്കന്മാർ അങ്ങനെ ഓരോ സ്ത്രീകളെ അങ്ങനെ ആക്കി വെക്കും. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ആളായിരുന്നു ആരും? ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ. അതൊക്കെ ഞാൻ സംസാരിച്ചതല്ലേ. എന്നിട്ട് ഈ രാഹാബ് എന്താ ചെയ്തത്? നമ്മൾക്കറിയാം, ഈ ജോഷുവ അയച്ച ആൾക്കാരെ അവൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു അല്ലേ. സേവ് ചെയ്തിട്ട് അവരോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതെന്താണ്? ജോഷുവയുടെ പുസ്തകം 2ാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാം. അവൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവമായ യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് ഇവൾക്ക് എന്ത് മനസ്സിലായി? ഇവൾക്ക് ഉറപ്പ് കിട്ടി. അത് അവൾ ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, അത് അവളുടെ വാഗുകൊണ്ട് അവൾ ഏറ്റു പറയാനും തയ്യാറായി അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾക്കറിയാം, ഇവരെ ജോഷുവയും അവർക്ക് എന്താണ് എരീഹോ പട്ടണം പിടിച്ചെടുത്തപ്പോൾ, അതിനെ തീയിട്ട് ചുട്ട് നശിപ്പിച്ചപ്പോൾ ഇവളെയും ഇവളുടെ കുടുംബത്തെയും, രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയെയും അവളുടെ കുടുംബത്തെയും എന്ത് ചെയ്തു? സേവ് ചെയ്യുവാനായിട്ടിടയായി അല്ലേ. സേവ് ചെയ്യുവാനായിട്ടിടയായി എന്ന് നമ്മൾക്കറിയാം. ഇനി ഈ സ്ത്രീ ആരാണ്? ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ ഒരു കാനാന്യ സ്ത്രീയാണെന്ന് പറയുന്നത്. ഇനി ഈ കാനാന്യ സ്ത്രീ ആരാണെന്ന്, ഈ കാനാന്യരാരാണെന്നും കൂടിയുള്ള ഒരു ചരിത്രത്തിലൂടെ നമ്മൾക്കൊന്ന് പോകാം. ഈ കാനാന്യർ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് വരണം? ഉൽപ്പത്തി പുസ്തകം 6ാം അധ്യായം തൊട്ട് വായിച്ചു തുടങ്ങണം. അവിടെ നമ്മൾക്ക് കാണാം, അവിടെ എന്താണ് ഈ നമ്മുടെ നോഹേനെ കാണാം അല്ലേ. നോഹ അവിടെ എന്താണ് വെള്ളപ്പൊക്കം അല്ലെ, ജലപ്രളയം വന്നു. അവിടെ നിന്നും ദൈവം നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചു അല്ലേ. നോഹയും പുത്രന്മാരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾക്ക് കാണാം അല്ലേ. അവരോട് അനുഗ്രഹിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്കറിയാം, ഈ നോഹ എന്താണ്? നോഹ ഒരു വലിയ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ ഫലം അങ്ങ് കഴിയുമ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തു? അങ്ങ് വീഞ്ഞുണ്ടാക്കിയിട്ട് പുള്ളി എന്താ ചെയ്തത്? അതങ്ങ് കുടിച്ച് മത്തനായിട്ട്
അങ്ങ് തൻ്റെ കൂടാരത്തിൽ അങ്ങ് കിടന്നു അല്ലേ. കിടന്നു കഴിഞ്ഞപ്പം നമ്മൾക്കറിയാം മത്ത് പിടിച്ച് കിടക്കുമ്പോൾ, അതായത് ഈ മദ്യവെച്ച് ലെക്ക് കെട്ട് കഴിയുമ്പോൾ തുണിയില്ല ഒന്നും കാണത്തില്ല എന്ന് പറയുന്നത് പോലെ ആര് കിടന്നു? നമ്മുടെ നോഹ കിടന്നു. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ നോഹയുടെ ഒരു പുത്രനായ ഹാം എന്ന് പറയുന്ന പുള്ളിയാണ് ഇത് ആദ്യം കണ്ടത്. പുള്ളി കണ്ടിട്ട് എന്താ ചെയ്തത്? പുള്ളി കണ്ടിട്ട് ഈ അപ്പൻ്റെ നഗ്നത കണ്ടു എന്ന് മാത്രമല്ല തൻ്റെ മറ്റു 2 സഹോദരങ്ങളെയും കൂടി അത് വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അവരവരുടെ മുഖം മറച്ച് അപ്പൻ്റെ നഗ്നത കാണാതെ അവരവിടെ അദ്ദേഹത്തെ ഡ്രസ്സ് ധരിപ്പിച്ചു എന്ന് വെച്ചാൽ തുണി ഇട്ട് മറച്ചു എന്നും നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇത് ഉറക്കമുണർന്ന ആരറിഞ്ഞെന്ന് വെച്ചാൽ മത്ത് വിട്ടുണർന്ന ആരറിഞ്ഞു? നോഹ ഇതറിഞ്ഞു. നോഹ ഇതറിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ നോഹ വേഗം ശപിച്ചു. ആരെയാണ് ശപിച്ചത്? ഹാമാ കണ്ടത്. പക്ഷേ ഹാമിനെ അല്ല ശപിച്ചത്. അത് നമ്മളന്ന് സംസാരിച്ചതാണ്. ഹാമിൻ്റെ പുത്രനായ കാനാനെ അങ്ങ് ശപിച്ചു അല്ലേ. എന്നിട്ട് പുള്ളിയോട് നിന്റെ മകനായ കാനാൻ എന്താണ്, അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും, അവൻ ആരായിരിക്കും? നിന്റെ സഹോദരന്മാർക്ക് അവൻ ദാസ്യവേല ചെയ്യുമെന്ന് വരെ അവിടെ പറഞ്ഞു വെച്ചു. ആര് പറഞ്ഞു വെച്ചു? നോഹ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതാണ് ഈ കാനാനിയരുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അതിനകത്ത് പെട്ടിരിക്കുന്ന സ്ത്രീയാണ് ആര്? നമ്മുടെ ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ. ഓക്കെ, അതൊന്ന് ചരിത്രം നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഹാമിനെ ശപിക്കാതിരുന്നത്? ഹാമിനെ ശപിച്ചാൽ ഏക്കത്തില്ല. കാരണം ദൈവം ഓൾറെഡി നോഹയെ പുത്രന്മാരെയും അനുഗ്രഹിച്ചത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചവനെ ശപിക്കാൻ ആർക്ക് പറ്റത്തില്ല? നോഹയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നോഹ കൊച്ചുമകനെ അങ്ങ് ശപിച്ചു, കാനാനെ അങ്ങ് ശപിച്ചു. ഓക്കെ, ആ ഒരു വംശപാരമ്പര്യത്തിൽ പെട്ടതാണ് ആര്? ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ. ഓക്കെ, നമ്മൾക്കറിയാം അതിനുശേഷം ജോഷുവയും കൂട്ടരും ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയെ എങ്ങോട്ട് ചേർത്ത്? അവരുടെ കുടുംബത്തെ ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ അവരങ്ങ് ചേർത്തു അല്ലെ. അവരുടെ കൂട്ടത്തിൽ ഇവളങ്ങ് ചേർന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ രാഹാബിനെ ആര് കല്യാണം കഴിച്ചു? ഒരു ഇസ്രായേൽക്കാരനായ സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങ് കല്യാണം കഴിച്ചു. എന്നിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാഹാബിൻ്റെ പുത്രനാണ് ആര്? ഈ ബോവസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ബോവസ് ആരാണ്? ബോവസ് നമ്മുടെ രൂത്തിൻ്റെ ഭർത്താവാണ് ബോവസ്. ഓക്കെ, ബോവസിൻ്റെ അടുത്ത് എങ്ങനെ ഈ രൂത്ത് വന്ന് പെട്ടുവെന്ന് നമ്മൾക്കറിയാം. ഓക്കെ, അതിൻ്റെ ചരിത്രത്തിലോട്ട് വരുന്നതിന് മുൻപ് ഈ ഒരു ചരിത്രം, ഈ 2 സ്ത്രീമാരുടെ ചരിത്രം നമ്മളൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ മോവാബി സ്ത്രീയായ രൂത്ത്. ഓക്കെ, അപ്പോൾ ഈ രൂത്തിനെ ആര് കല്യാണം കഴിച്ചു? നമ്മുടെ ബോവസ് കല്യാണം കഴിച്ചു. അപ്പോൾ ഈ രൂത്തിൻ്റെ മോവാബിയറുടെ ഒരു ചരിത്രമുണ്ട്. മോവാബിയറുടെ ചരിത്രവും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഈ മോവാബിയർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾക്കറിയാം. അതിനും നമ്മൾ എങ്ങോട്ട് വരണം? അതും ഉൽപ്പത്തി പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മോവാബിയരും അമ്മോന്യരും എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടരെ കാണുവാനായിട്ട് കഴിയും. അതാരാന്നറിയാമോ? ലോത്ത്, അബ്രാഹമിൻ്റെ സഹോദരനായ ലോത്ത്. ഓക്കെ, ഈ ലോത്തിൻ്റെ പെൺമക്കൾ അവർ നമ്മൾക്കറിയാം അല്ലേ. ലോത്ത് അവരെ എന്താണ്, സോദോം ഗൊമോറ ദൈവം നശിപ്പിച്ചു. അപ്പോൾ ഈ ലോത്ത് എന്താണ്, ലോത്തും ഭാര്യയും മക്കളും ഒക്കെ കൂടി ഓടിപ്പൊക്കോളം ദൂതൻ പറഞ്ഞു. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അവർ ഉപ്പുതൂണായിപ്പോയി. അപ്പോൾ ഈ ലോത്തും 2 പുത്രിമാരും കൂടി അവിടെ ഒരു ഗുഹയിൽ ഇങ്ങനെ പാർത്തു വരികയായിരുന്നു. അപ്പോൾ ഈ പുത്രിമാരുടെ മനസ്സിൽ എന്തുദിച്ചു? ഒരു വേണ്ടാത്ത ചിന്ത ഉദിച്ചു. അവർ പറഞ്ഞു, നമ്മൾക്ക് എന്തുണ്ടാകത്തില്ല, നമ്മളുടെ ജനറേഷൻ നിന്നു പോകും, അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് മയക്കി കിടത്താമെന്ന് പറഞ്ഞു. ഇവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചിട്ട് മൂത്തവളും അപ്പൻ്റെ കൂട്ടത്തിൽ അന്ന് ശയിച്ചു, രണ്ടാമത്തോട് ശയിച്ചു എന്ന് വെച്ചാൽ മൂത്തവൾക്ക് എന്നിട്ട് അപ്പനിൽ നിന്നൊരു കൊച്ചുണ്ടായി. അതിനാണ് മൊവാബ് എന്ന് പേരിട്ടു. അതാണ് ഈ മൊവാബിയർ. രണ്ടാമത്തത് അമ്മോന്യർ. രണ്ടാമത്തെ മകളുടെ പിള്ളേരാണ് അമ്മോന്യർ. ഓക്കെ, അവരാണ് അമ്മോന്യർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ലോത്തിൻ്റെ എന്താ പറയുക, ഈ ഒരു തലമുറയാണ്, ലോത്തിൻ്റെ ഒരു തലമുറയാണ്, മകളിലുണ്ടായ തലമുറയാണ് ഈ മൊവാബിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ മൊവാബിയർക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിലല്ല ദൈവം അവരെ ശപിച്ചത്. ദൈവം ശപിച്ചത് എവിടെയാണെന്നറിയാമോ? ഈ മൊവാബിയർ നമ്മൾക്ക് നമ്പേഴ്സ് സംഖ്യാപുസ്തകത്തിനകത്ത്, അതൊക്കെ നമ്മൾ സംസാരിച്ച് തീർത്തതാണ്. സംഖ്യാപുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ മൊവാബിയരുടെ മറ്റൊരു കാര്യം കൂടി കാണാം. ഈ മൊവാബിയ രാജാവായ ബാലാക്ക് അല്ലേ, ബാലാക്ക് എന്താ ചെയ്തത്? ബിലയാമിനെ വിളിച്ചു വരുത്തി. എന്തിനാ? പൈസയ്ക്ക്, കൂലിക്ക് പ്രവചിക്കാൻ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്തിനായിരുന്നു? ഇസ്രായേൽ മക്കളെ ശപിക്കണമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് നമുക്ക് ആവർത്തന പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രം അറിയാം, അതൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ആവർത്തന പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ മോശ എന്താണ് ഇത് അവർക്ക് പറയുന്നുണ്ട് അല്ലേ, അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് ദൈവം അവരെ ശപിക്കുവാനുള്ള കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മൊവാബിനെ ശപിച്ചത്? അമ്മോന്യരെയും മൊവാബിനെയും ശപിക്കുവാൻ കാരണം എന്താണ്? ഈ കാനാന്യരെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മോന്യരല്ല അമ്മോന്യരാണ് പുത്രൻ. ഓക്കെ, ആരുടെ? നോഹയുടെ 2 പുത്രന്മാരിൽ ഒന്ന് അമ്മോന്യരിലും പിന്നെ ഒന്ന് മൊവാബിലുമാണ്. ഇവിടെ കാനാന്യരെയും എന്താണ് നമ്മുടെ ഇവരെ
അത് മോവാബ്യരെ എങ്ങോട്ട് കടത്തരുതെന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ സഭയിലേക്ക് കടത്തരുതെന്ന് പറയുന്നതിൻ്റെ കാരണം പറഞ്ഞിരിക്കുകയാണ്. മോവാബ്യരെ കൂലിക്ക് ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് വിളിച്ചു വരുത്തി. ഇവരെന്താണ്, കാനാന്യരെന്താണ്, കാനാന്യർ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ പ്രയാണകാലത്തിൽ, അവരുടെ മരുഭൂമിയുടെ യാത്രയിൽ അവരെ എന്ത് ചെയ്തില്ല, അവരെ സൽക്കരിച്ചില്ല, അവർക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തവരെ സൽക്കരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ട് കൂട്ടരെ ദൈവം ശപിച്ചത്. അതുകൊണ്ട് ഈ ശപിച്ചിട്ടിരിക്കുന്ന ഇവരാണ് എന്ത്, ഈ മോവാബ്യർ അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ശാപം വീണ് കിടക്കുന്നതാണ് മോവാബ്യർ. ഓക്കെ, അപ്പോൾ അതിനകത്താണ് ആര് പെട്ടിരിക്കുന്നത്, ഈ രൂത്ത് പെട്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രൂത്ത് എങ്ങനെ ഇസ്രായേലിൻ്റെ ഇതിനകത്തോട്ട് വന്നു പെട്ടു, അല്ലെങ്കിൽ ഈ ബൈബിളിനകത്ത് ഈ രൂത്ത് എങ്ങനെ വന്നു പെട്ടു എന്നുള്ളൊരു ചരിത്രത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുൻപേ രൂത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. രൂത്തിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ, 1-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ രൂത്ത് തൻ്റെ അമ്മായിമ്മയായ നവോമിയോട് പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് ആര് പറഞ്ഞിരിക്കുകയാണ്, രൂത്ത് പറഞ്ഞിരിക്കുകയാണ്, നവോമിയോട് പറഞ്ഞിരിക്കുക. നവോമിയുടെ മകൻ്റെ ഭാര്യയാണ് ആര്, രൂത്ത് അല്ലേ. മകൻ മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നാളെ ചിന്തിക്കാം. അതിനു മുൻപേ നമ്മൾ ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താണ്, രഹാബ് അല്ലേ, ബോവസിൻ്റെ അമ്മയായ രഹാബ് എന്താ പറഞ്ഞിരിക്കുന്നത്, മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് ആര് വാഗൊണ്ട് ഏറ്റു പറഞ്ഞിരിക്കുക. ഇവിടെ രഹാബ് എന്ന് പറയുന്ന സ്ത്രീ ഏറ്റു പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ദൈവം ശപിക്കപ്പെട്ട ആ ഒരു ഇതിനകത്ത് കിടന്നിരിക്കുന്ന ഒരു കാനാന്യ സ്ത്രീ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ദൈവമല്ലാതെ വേറൊരു ദൈവം മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി രൂത്ത് പറഞ്ഞിരിക്കുക, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും, രഹാബ് എന്ന് പറയുന്ന സ്ത്രീയും അതായത് മറ്റേ നമ്മുടെ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയും, രണ്ടുപേരും ദൈവം ശപിച്ചിട്ടിരിക്കുന്ന ജാതികളിൽപ്പെട്ട സ്ത്രീകളാണ്. ഇവരെ എങ്ങനെയാണ് ഇസ്രായേൽ ഗോത്രത്തിനകത്തോട്ട് ഇവർ വന്നു പെട്ടതിൻ്റെ ചരിത്രം ഇത്രയേ ഉള്ളൂ. അവർ ദൈവമാണ്, ദൈവത്തെ അവർ വാഗൊണ്ടങ്ങ് ഏറ്റു പറഞ്ഞതിൻ്റെ ദൈവമാണ് എന്ന് ഇവർ അംഗീകരിച്ചു. യഹോവയാം ദൈവത്തെ ദൈവമാണ് എന്ന് ഇവർ അംഗീകരിച്ചു അല്ലേ. ജീസസ് യു ആർ മൈ ലോഡ് എന്ന് നമ്മൾ എവിടെ പറയും, നമ്മൾ റോമാലേഖനത്തിൽ പറയുമല്ലേ, യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുന്നവൻ എന്ത് ചെയ്യും, രക്ഷിക്കപ്പെട്ടു. ഇതേ തന്നെ ചരിത്രമാണ് ഇവിടെ നടന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട എങ്ങോട്ട് ചേർന്നു, ഇസ്രായേൽ സഭയ്ക്കകത്തോട്ട് ഇവർ ചേർന്ന് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. അതാണ് പറയുന്നത്, ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നവരെ ദൈവം എൻ്റെ കർത്താവാണെന്ന് വാഗൊണ്ട് ഏറ്റു പറയുന്നവനെ ദൈവം എന്ത് ചെയ്യത്തില്ല, തള്ളിക്കളയത്തിൽ. അവരുടെ ചരിത്രം എന്തുമാകട്ടെ, നിന്റെ ചരിത്രം ഏതാണെങ്കിലും, നീ ഏത് ശപിക്കപ്പെട്ട കുടുംബത്തിൽ പിറന്നവനാണെങ്കിലും, നീ ഏത് ശപിക്കപ്പെട്ട ദേശത്ത് ജനിച്ചവനാണെങ്കിലും, നീ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ദൈവം എൻ്റെ ദൈവമാണെന്ന് നീ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്തായി, ദൈവം നിന്നെ ചേർത്തു. നിന്റെ ആ ശാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് ദൈവം നിന്നെ ദൈവത്തിൻ്റെ സഭയ്ക്കകത്തോട്ട് ചേർത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി രൂത്തിനും ഇവരെ ഇവിടം കൊണ്ട് തീർന്നു ഇല്ല അല്ലേ. എന്ന് വെച്ചാൽ ഈ കാനാന്യ സ്ത്രീ ആയിരുന്ന ഈ രഹാബ് എന്ന് പറയുന്ന സ്ത്രീയിലുണ്ടായ മകനാണ് ബോവസ് അല്ലേ. ബോവസിനുണ്ടായ മകനാണ് ആര്, നമ്മുടെ ദാവീദ് രാജാവിൻ്റെ ഒക്കെ വല്യപ്പനായിട്ട് വരുന്ന ആളാണ് ആര്, നമ്മുടെ ഈ ബോവസിൻ്റെ ഒക്കെ അപ്പനായിട്ട് വരുന്നത്. അതായത് രഹാബിൽ ബോവസ് ഉണ്ടായി, ബോവസിൽ ആരുണ്ടായി, ഒബേദ് ഉണ്ടായി. ഈ ഒബേദ് എന്ന് പറയുന്ന ആളിലാണ് ആരുണ്ടായിരിക്കുന്നത്, ഇഷായി ഉണ്ടായിരിക്കുന്നത്. ഇഷായിയുടെ മകനായ ദാവീദ്. ഇനി ദാവീദിൻ്റെ ഗോത്രത്തിലാണ് ആര് ഉണ്ടായിരിക്കുന്നത്, യോസെഫ് നമ്മൾക്കറിയാം അല്ലേ. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത അമ്മയായ മറിയയുടെ ഭർത്താവാണ് ആര്, യോസഫ് ഒക്കെ. അപ്പോൾ ഈ തലമുറയിലാണ് ആര് ജനിച്ചിരിക്കുന്നത്, യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഓർക്കുക, ഇവർ അല്ലേ കാനാന്യരും മൊവാബിരും ദൈവം ശപിച്ചിട്ടിരിക്കുന്ന ഒരു ജാതിയും, ആ ജാതിയിൽ നിന്ന് രണ്ട് സ്ത്രീകൾ വന്നിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഇടം പിടിച്ചിരിക്കുക. രണ്ട് സ്ത്രീകൾ എന്താ ചെയ്തിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അങ്ങ് ഇടം പിടിച്ചിരിക്കുക. അതുമാത്രമോ, അവർ ബൈബിളിനകത്ത് എഴുതപ്പെട്ടിരിക്കുകയാണ്. ബൈബിളിനകത്ത് അവരുടെ പേര് എഴുതപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിനകത്ത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളിനകത്തും ഈ രണ്ട് സ്ത്രീകളുടെ പേര് എഴുതപ്പെട്ടിരിക്കുക. കാരണം എന്താ, ഒരൊറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തെ ഇവരങ്ങ് അംഗീകരിച്ചത് മാത്രമാണോ, ഞാൻ കണ്ടു ഞാൻ കേട്ടു എന്ന് മാത്രമാണ് ഇവർ പറഞ്ഞത്, അല്ല, ആ ദൈവമാണ് ദൈവം എന്ന് ഇവർ രണ്ടുപേരും ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവരുടെ വംശാവലിയിൽ നിന്ന് ഉണ്ടാക്കുവാനായിട്ട് ദൈവത്തിന് ഹിതമായി എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഓർക്കുക, നമ്മൾ ഈ ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ നമ്മൾ
ആരാധിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ചരിത്രത്തെ മാറ്റി ദൈവം പുതിയൊരു ചരിത്രം എഴുതും. എന്ന് വെച്ചാൽ ഇനി അവരറിയപ്പെടുന്നത് അല്ലേ, രൂത്തും രഹാബും അറിയപ്പെടുന്നത് രഹാബ് വേശ്യയെന്നോ രൂത്ത് മൊവാബിയ സ്ത്രീയൊന്നും അല്ല അറിയപ്പെടുന്നത്. അവരറിയപ്പെടുന്നത് ഏതാ? യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽപ്പെട്ട ഒരു കുടുംബ ചരിത്രത്തിലേക്ക് ഇവരെ ദൈവം എടുത്തു മാറ്റിയിരിക്കുക, എടുത്തു ഉയർത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം കേട്ടോ. കാരണം എന്തായിരുന്നു? ഇവർ ദൈവത്തെ അംഗീകരിച്ചു അല്ലേ. ഇവർ പറഞ്ഞു എൻ്റെ ദൈവം, ഈ ദൈവം ദൈവമാണെന്നും ഈ ദൈവം എൻ്റെ ദൈവമാണെന്നും ഇവരങ്ങ് അംഗീകരിച്ചു. ഇത് ദൈവമാണെന്ന് ഇവർ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, അതല്ലേ യേശു കർത്താവാണെന്നും വാഗൊണ്ട് ഏറ്റു പറയുന്ന റോമാലേഖനത്തിൽ വരുമ്പോൾ രക്ഷിക്കപ്പെട്ടു. ഇതേ ചരിത്രം തന്നെ ഇവിടെ തുടങ്ങി എന്നുള്ളൊരു ഇതേ ചരിത്രമാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടത്. ഇതിൻ്റെ തുടർ ചരിത്രമാണ് റോമാലേഖനം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓർക്കുക, 2 സ്ത്രീകളെ ദൈവം ഇത്രമാത്രം അവരെ മാനിച്ചു. ദൈവത്തെ ദൈവമാണെന്നും അവർ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, ആ ദൈവത്തെ എൻ്റെ കർത്താവാണെന്ന് അവർ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ മാനിക്കുവാനായിട്ട് ഇടയായി. വെറും മാന്യത മാത്രമാണോ? ചരിത്രത്തെ മാറ്റി അല്ലേ, അവരുടെ നാറുന്ന ചരിത്രത്തെ അല്ലെങ്കിൽ അവരുടെ ശപിക്കപ്പെട്ട ചരിത്രത്തെ മാറ്റി ദൈവം എന്താക്കി മാറ്റി? ദൈവത്തിൻ്റെ വംശാവലിയിൽ അവർ എഴുതപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. വിശുദ്ധ ബൈബിളിനകത്ത് അവർ എഴുതപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നത്തെ ദൂത് ഇതാണ് കേട്ടോ. നമ്മൾ ഏത് ശപിക്കപ്പെട്ട കുടുംബത്തിലാണെങ്കിലും ഏത് ശപിക്കപ്പെട്ട ദേശത്താണെങ്കിലും നിനക്ക് പറയുവാൻ ഒരു പാരമ്പര്യവും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് എന്താ പറയുക, ഒരു ശപിക്കപ്പെട്ട പാരമ്പര്യം അല്ലെങ്കിൽ നാറുന്ന ഒരു ചരിത്രമാണ് നിന്റെ പിന്നിലുള്ളതെങ്കിലും, ഈ യേശു ക്രിസ്തുവിനെ, ഈ ദൈവത്തെ ദൈവമെന്ന് അംഗീകരിച്ച് ആ ദൈവത്തെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ആ ദൈവത്തിൻ്റെ പക്ഷത്തോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ നാറുന്ന ചരിത്രങ്ങളെ ഉണ്ടല്ലോ, നിന്റെ ശാപം പിടിച്ച ചരിത്രങ്ങളെ, ശാപം പിടിച്ച കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ മാറ്റി ദൈവം വലിയൊരു ചരിത്രം, ഒരു നന്മയുടെ ചരിത്രം, ലോകം അറിയപ്പെടുന്ന ഒരു ചരിത്രത്തിലേക്ക് ദൈവം മാറ്റുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നീ ഒന്നും നോക്കണ്ട. ബോവസ് അല്ലേ, ബോവസും പോട്ടെ, എന്തെന്നാ നമ്മുടെ യബ്ബേസിൻ്റെ ചരിത്രം ദൈവം മാറ്റി. യബ്ബേസിനെ ദൈവം അല്ലേ, അവൻ്റെ അമ്മ പറഞ്ഞു നിന്നെ വേദനയോടുകൂടിയാണ് പ്രസവിച്ചതെന്ന് പറഞ്ഞിട്ട് അവനൊരു ശപിക്കപ്പെട്ട പേരങ്ങോട്ടിട്ടു. എന്നാൽ അവൻ്റെ ശപിക്കപ്പെട്ട ആ പേരിനെ ദൈവം എന്താക്കി മാറ്റി? അനുഗ്രഹത്തിൻ്റെ പേരാക്കി മാറ്റിയതുപോലെ നമ്മളുടെയൊക്കെ ചരിത്രങ്ങളെ മാറ്റി ദൈവം മാറ്റി എഴുതും. അതിനെന്ത് ചെയ്യണമെന്നറിയാവോ? ഈ ദൈവത്തെ മുറുകെ പിടിച്ചോടുക, ഈ വചനത്തിൽ ഉറച്ചു നിന്നോടുക. ദൈവം പുതു ചരിത്രങ്ങളെ എഴുതാൻ പോവുകയാണ്. നിന്നെ കൊണ്ട്, നിന്നിലൂടെ പുതിയ ചരിത്രം ദൈവം കുറിക്കുവാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മുൻപിൽ താന്നു കൊടുക്കുക, ദൈവത്തെ അംഗീകരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.